അതിരുകളില്ലാതെ നമ്മെ ഓരോരുത്തരെയും ആഴത്തിൽ സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ചില നിമിഷങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവവചനം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ ദൈവവചനം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-6 വചനങ്ങൾ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ഒരിക്കൽ ഒരു കപ്പൽ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു യാത്രക്കാരൻ യാദൃച്ഛികമായി ഒരു ദ്വീപിൽ ചെന്നു ചേർന്നു. ദ്വീപ് നിവാസികൾ അദ്ദേഹത്തെ തോളിലേറ്റിക്കൊണ്ട് അവരുടെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുകയും അദ്ദേഹത്തെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ദ്വീപ് നിവാസികളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ആചാരത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഓരോ വർഷവും അവർ ഓരോരുത്തരെ രാജാവാക്കുകയും ആ വർഷം അവസാനിക്കുമ്പോൾ അവരെ വിജനമായ മറ്റൊരു ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്യും. ഫലഭൂഷ്ടമല്ലാത്തതും വരണ്ടതുമായ ഭൂമിയിൽ പട്ടിണി കിടന്ന് അവർ മരിക്കും. ഇത് മനസ്സിലാക്കിയ അദ്ദേഹം ആ പ്രത്യേക ദ്വീപിൽ പല പുരോഗമനപരമായ കാര്യങ്ങളും ചെയ്തു. ബോട്ടുകൾ നിർമ്മിച്ചു, നല്ല വിളവ് നൽകുന്ന വിത്തുകൾ അവിടുത്തെ കൃഷിസ്ഥലങ്ങളിൽ വിതച്ചു, നല്ലൊരു കൊട്ടാരം അവിടെ പണിതു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം അവസാനിച്ച് പുതിയ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അല്പവും ദുഃഖിക്കേണ്ടി വന്നില്ല. കാരണം തനിക്ക് വേണ്ടതെല്ലാം അവിടെ അദ്ദേഹം മുൻകൂട്ടി കരുതിയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അതിശ്രേഷ്ഠകരമായ ദൗത്യങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളുടെ പുതപ്പ് നമ്മുടെ മേൽ വന്നു വീഴുമ്പോൾ അത്തരം സ്ഥാനങ്ങളിൽ മുൻകാലത്ത് നിയോഗിക്കപ്പെട്ടവരുടെ അനുഭവങ്ങളെ നാം ശ്രദ്ധിച്ച് പഠിക്കണം. അവരുടെ ജീവിതത്തിലെ പാളിച്ചകളും പാകപ്പിഴവുകളും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുവാൻ നാം പരിശ്രമിക്കണം. മോശയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് ദൈവം അഭിഷേകം ചെയ്ത യോശുവ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ആ സ്ഥാനം ഏറ്റെടുത്തതെന്ന് ചിന്തിക്കുവാൻ നമുക്ക് ധാരാളം ന്യായങ്ങളുണ്ട്. കാരണം യോശുവ ആകെ ഭയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ടാണ് ദൈവം യോശുവയെ ധൈര്യപ്പെടുത്തുന്നത്. ഇസ്രായേലിൻ്റെ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്ത ശേഷവും നിരവധി സന്ദർഭങ്ങളിൽ യോശുവയ്ക്ക് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയെല്ലാം മോശയ്ക്ക് സംഭവിച്ച പാളിച്ചകൾ തനിക്ക് സംഭവിക്കാതിരിക്കുവാൻ യോശുവ ഏറെ ശ്രദ്ധിച്ചിരുന്നു. മോശയെപ്പോലെ തന്നെ ദേശം ഉറ്റുനോക്കുവാൻ യോശുവയും ആളുകളെ അയച്ചു. എന്നാൽ യോശുവ വിശ്വാസവും ശുഭപ്രതീക്ഷയുമുള്ള 2 പേരെയാണ് അവിടേക്ക് അയച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഓരോ ചുവടുകളും വളരെ ശ്രദ്ധയോടും ദൈവഹിതപ്രകാരവും മുന്നോട്ട് വയ്ക്കുവാൻ നമുക്കിടയായി തീരണം. അതിനായി നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കി വഴി നടത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ.